Hi friends, UGC Net JRF Commerce പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഈ ചാനലിലൂടെ 25 ദിവസത്തെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ഡേ 13 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡേ 13 ൽ ബിസിനസ് മാനേജ്മെന്റ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, വെരി ഇമ്പോർട്ടന്റ് സബ്ജക്ട്. ജെന്യുവൻലി പറയുകയാണെങ്കിൽ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ ബിസിനസ് മാനേജ്മെന്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. വെരി ഇമ്പോർട്ടന്റ് സെഷൻ. ഡേ 13 അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഡേ 14 then day 15 ഈ 3 ഡേകളും നോട്ട് ദാറ്റ് പോയിന്റ്, ഈ 3 ഡേയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് മാനേജ്മെന്റ് തന്നെയാണ്. ഡേ 13, ഡേ 14, ഡേ 15 ബിക്കോസ് ബിസിനസ് മാനേജ്മെന്റ് ഇസ് എ വൈഡ് സബ്ജക്ട് ആണ്. പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സബ്ജക്ട് ആയതുകൊണ്ടാണ് 3 ഡേ വെരി ജെന്യുവൻലി സേ ദാറ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ബിസിനസ് മാനേജ്മെന്റിൽ നിന്നാണ്. നമുക്കറിയാം UGC നെറ്റ് JRF കൊമേഴ്സ് എക്സാമിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള സബ്ജക്റ്റ് ആണ് ബിസിനസ് മാനേജ്മെന്റ്. അതുകൊണ്ടാണ് 3 ഡേ, ഇനി വരാൻ പോകുന്ന 3 ഡേ ബിസിനസ് മാനേജ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡേ 13 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡേ 13 ടുഡേ വി വിൽ ഡിസ്കസ്. ദെൻ ഡേ 14 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ഡേ 15 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. ഡേ 13 കണ്ടിന്യൂസി ആയിരിക്കും ഡേ 14 ഉണ്ടാവുക, അതിന്റെ കണ്ടിന്യൂസി ആയിരിക്കും ഡേ 15 ഉണ്ടാവുക. ഈ 3 ഡേയും ബിസിനസ് മാനേജ്മെന്റ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് കീ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏരിയകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, മോട്ടിവേഷണൽ തിയറീസ്, ഇൻസെന്റീവ് തിയറീസ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി കൊണ്ടാണ് നമ്മൾ ഇന്ന് റിവിഷണൽ ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏരിയകൾ. ഞാൻ പറഞ്ഞിരുന്നു ഡേ 13 ആണ് ഇന്ന് ഡിസ്കസ് ഡേ 13ലാണ് നമ്മൾ ഇത്ര ഏരിയകൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതിന്റെ കണ്ടിന്യൂസി ഡേ 14ലാണ് ഉണ്ടാവുക. ബിസിനസ് മാനേജ്മെന്റ് തന്നെയാണ് ഡേ 13, ഡേ 14, ഡേ 15 ഈ 3 ഡേയും നമ്മൾ ബിസിനസ് മാനേജ്മെന്റ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡേ 13ൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. എവിടൊക്കെയാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചോദിച്ചത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ നീങ്ങാൻ വേണ്ടി പോകുന്നത്. വെരി സ്ലോലി വി വിൽ റീച്ച് ടു ക്വാളിഫൈ UGC നെറ്റ് JRF കൊമേഴ്സ്. ഓക്കെ, വളരെ സ്ലോയില് നമുക്ക് നീങ്ങാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ലോയിൽ പഠിച്ച് നീങ്ങാം. ഓക്കെ, നിങ്ങളുടെ നെറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ വളരെ ജെന്യുവൻ ആയിട്ട് വളരെ റിയൽ ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. ഓക്കെ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല. 25 ഡേ ക്രാഷ് കോഴ്സിന്റെ ഇടയിൽ തന്നെ ഏകദേശം മുഴുവൻ ഭാഗങ്ങളും ഞാൻ കവർ ചെയ്യും. ഇനി കവർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ക്രാഷ് കോഴ്സിന്റെ എണ്ണം ഞാൻ നീട്ടും. അത് 30 ഡേ അല്ലെങ്കിൽ 50 ഡേ ക്രാഷ് കോഴ്സിലേക്ക് നീട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. 25 ദിവസത്തിനുള്ളിൽ മുഴുവൻ ഭാഗവും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കും. എനിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ 25 ദിവസത്തെ ക്രാഷ് കോഴ്സ് ഞാൻ നീട്ടുന്നതായിരിക്കും. 25 ദിവസത്തെ ക്രാഷ് കോഴ്സ് 30 ദിവസത്തേക്ക് അല്ലെങ്കിൽ 50 ദിവസത്തേക്കൊക്കെ നീട്ടുന്നതായിരിക്കും. അതിനനുസരിച്ച് അക്കോർഡിംഗ് ടു കവറിംഗ് അനുസരിച്ച്, അതായത് എക്സാമിന്റെ സിലബസ് കവർ ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ക്രാഷ് കോഴ്സിന്റെ എണ്ണം നീട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യുവർ നെറ്റ് ആൻഡ് JRF is my responsibility. Okay, we move on. Principles of management. Who developed the principles of management? Henry Fayol developed the principles of management. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോവുകയാണ്. വെരി എക്സാം ഓറിയന്റഡ് സെഷൻ. ഞാൻ പറഞ്ഞിരുന്നു എക്സാം ഓറിയന്റഡ് സെഷൻ ആണ്. ഓക്കെ, ദ ബുക്ക് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ബുക്ക് ഡെവലപ്പ് ചെയ്തത് ഹെൻറി ഫയോൾ ആണ്. ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ബുക്ക് ഡെവലപ്ഡ് ബൈ ഹെൻറി ഫയോൾ. ദിസ് എ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. Then he developed the 14 principles of management and he is considered as a real father of modern management. He is considered as a real father of modern management. Okay, then what are the principles of management? ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ വളരെ സ്ലോയിൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ജസ്റ്റ് നമ്മളിപ്പം പേര് മാത്രം ജസ്റ്റ് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിന് ശേഷം നമ്മൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഇൻട്രസ്റ്റ്, ദെൻ റെമ്യൂണറേഷൻ, സെൻട്രലൈസേഷൻ, സ്കാലർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെനർ, ഇനീഷ്യേറ്റീവ്, ദെൻ എസ്പിരിറ്റ് ഡീക്രോപ്സ്. These 14 principles
ഡെവലപ്ഡ് ബൈ ഹെൻറി ഫയോൾ. ഓക്കെ, ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞതിൽ ഈ 14ാമത്തെ എസ്പിരിറ്റ് ഡി ക്രോപ്സ്, ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ, കഴിഞ്ഞ 2019 എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണ് എസ്പിരിറ്റ് ഡി ക്രോപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതൊക്കെ എന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. 2019 എക്സാമിലെ ചോദ്യമായിരുന്നു. 2019 ജൂൺ ആണോ ഡിസംബർ ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ റെഫർ ചെയ്ത സമയത്ത് 2019 എക്സാമിൽ തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഓരോന്നും ഈ 14 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ദാറ്റ്സ് പോയിന്റ് യു ഷുഡ് റിമെമ്പർ. ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ഒരു കാര്യം ഒരാൾ ചെയ്യുന്നതും ഒരു കാര്യം തന്നെ 5 പേർക്ക് വീതിച്ച് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. 5 പേർക്ക് വീതിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ടൈം ലാഭമുണ്ട്. ഇതൊരു സ്പെഷ്യലൈസേഷൻ വർക്കിലേക്ക് നീങ്ങും. ഓരോരാൾക്ക് ഓരോ പാർട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഡിവിഷൻ, സെയിൽസ് ഡിവിഷൻ എക്സെട്ര ഓൾ ആർ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ബിസിനസ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ദെയർ. ഓക്കെ, നമ്മളിങ്ങനെ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ഫംഗ്ഷൻ വീതിച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇവിടെ നമുക്ക് സ്പെഷ്യലൈസേഷൻ എന്ന ആസ്പെക്ട്സിലേക്ക് നമ്മൾ വഴിതെളിയും. ഓക്കെ, ദാറ്റ് ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. Okay, that's point very important. Okay, then authority and responsibility. What do you mean by authority and responsibility? നമുക്കറിയാം, നമ്മുടെ ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. There are levels of management then. Top level, middle level, lower level. ഈ ടോപ്പ് ലെവൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? പ്രധാനമായിട്ടും ടോപ്പ് ലെവൽ, ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമാണ് കേട്ടോ. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഞാനിത് പറഞ്ഞുതരാം. ജസ്റ്റ് യു നോട്ട് ഇറ്റ്. ഓക്കെ, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ടോപ്പ് ലെവലിൽ ഉൾപ്പെടുക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. മിഡിൽ ലെവലിൽ ഉൾപ്പെടുക പർച്ചേസ് മാനേജർ, അങ്ങനെ ഫംഗ്ഷണൽ മാനേജർ, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് മിഡിൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുക. ലോവർ മാനേജ്മെന്റിലാണ് ആരുൾപ്പെടുക? വർക്കേഴ്സ്, ഫോർമാൻ, ഇങ്ങനെയുള്ളവരൊക്കെ ലോവർ മാനേജ്മെന്റിലാണ് ഉൾപ്പെടുക. ദാറ്റ്സ് ഇറ്റ്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, രണ്ടാമത്തെ പോയിന്റ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന അതോറിറ്റി നമ്മൾ എന്താണ് പറയുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അങ്ങനെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഓരോ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പോളിസി ഫോർമുലേഷൻ ചെയ്യാം. കമ്പനി പോളിസികളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഹയർ അതോറിറ്റി ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ വർക്കേഴ്സിന് ജോബ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അതൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റി അതോറിറ്റിയാണ്. ഇങ്ങനെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ഓർഗനൈസേഷൻ സക്സസിലേക്ക് നീങ്ങുമെന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ദെൻ ഡിസിപ്ലിൻ, പ്രോപ്പർ ഡിസിപ്ലിൻ. കറക്റ്റ് ടൈമിൽ ഓഫീസിൽ വരിക, കറക്റ്റ് ടൈമിൽ പണികളൊക്കെ ചെയ്ത് പോവുക, അതുപോലെ തന്നെ ഒരു ടൈം ക്രമീകരണം പാലിക്കുക, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ദാറ്റ് ഈസ് ഡിസിപ്ലിൻ. ഒരു പ്രോപ്പർ ഡിസിപ്ലിൻ ഒരു ഓർഗനൈസേഷൻ വേണം. യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഡൺ ബൈ സൂപ്പർവൈസേഴ്സ്. 4th point and 5th point is done by supervisors. What do you mean by unity of command? Unity of command എന്ന് പറയുന്നത് ഇവിടെ പർച്ചേസിൽ അല്ലെങ്കിൽ സെയിൽസിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഇൻസ്ട്രക്ഷൻ നേടേണ്ടത് സെയിൽസ് മാനേജറോടാണ്. അദ്ദേഹം ഇൻസ്ട്രക്ഷൻ നേടിയെടുക്കേണ്ടത് സെയിൽസ് മാനേജറിൽ നിന്നാണ്. സെയിൽസ് മാനേജർ പറയുന്നത് പോലെയാണ് സെയിൽസിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളി ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. അത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദ ആളായിരിക്കും, ഹെഡ് ആയിരിക്കും എന്ത് ചെയ്യുക? ആ ഡിപ്പാർട്ട്മെന്റിനെ നിയന്ത്രിക്കുക. അപ്പോൾ അദ്ദേഹം അതിന്റെ താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ആ ഡിപ്പാർട്ട്മെന്റിലെ ഹയസ്റ്റ് അതോറിറ്റിയോടാണ് എന്ത് ചെയ്യുക? അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുക. യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, പ്രോപ്പർ വേസ്. ആവശ്യമായിട്ടുള്ള വഴികളൊക്കെ ഒരു ഓർഗനൈസേഷന്റെ വിജയത്തിലേക്ക് ഉണ്ടാവുന്ന വഴികളൊക്കെ, ഡയറക്ഷൻ, പ്രോപ്പർ വേസ്. ദാറ്റ്സ് ഇമ്പോർട്ടന്റ് പോയിന്റ്. പ്രോപ്പർ വേസ് ഗിവൺ ബൈ ദി സൂപ്പർവൈസേഴ്സ് to the subordinates. Okay, then subordination of individual interest to general interest. താല്പര്യം വേണം, അതായത് തൊഴിലാളിക്ക് താല്പര്യം വേണം, അതുപോലെ തന്നെ അതിന്റെ ഹയസ്റ്റ് അതോറിറ്റിക്ക് താല്പര്യം വേണം, മിഡിൽ ലെവലിന് താല്പര്യം വേണം, ലോവസ്റ്റ് ലെവലിന് താല്പര്യം വേണം. ഇതൊക്കെ ഈ താല്പര്യം എന്ന് പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഈ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷൻ സക്സസിലേക്ക് നീങ്ങൂ എന്നാണ് ഇൻട്രസ്റ്റ് എന്നുള്ള പോയിന്റ് പറയുന്നത്. ദെൻ റെമ്യൂണറേഷൻ. ഞാനിവിടെ പറഞ്ഞതിൽ കഴിഞ്ഞ എസ്പിരിറ്റ് ഡീക്രോപ്സ് എന്ന ചോദ്യമാണ്
2019 എക്സാമിൽ ചോദിച്ചത്. ആ പോയിന്റ് നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ദെൻ റെമ്യൂണറേഷൻ, പ്രോപ്പർ റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ടാവണം. ഒരു തൊഴിലാളി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ടാവണം. Centralization, there is scalar chain. Okay, centralization means there is a central person who is responsible for the business. Okay, ഒരു സെൻട്രൽ പേഴ്സൺ ഉണ്ടാവും. ഒരു സെൻട്രൽ പേഴ്സൺ എല്ലാ കാര്യങ്ങളും റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി, എല്ലാ കാര്യങ്ങൾക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സെൻട്രൽ പേഴ്സൺ ഉണ്ടാവും. ആ സെൻട്രൽ പേഴ്സൺ ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ബാക്കിയുള്ള പേഴ്സൺസിനൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഓക്കെ, ഹിയർ ഈ സെൻട്രൽ പേഴ്സൺ. ദെൻ ഓൾ ഇൻസ്ട്രക്ഷൻസ് ആർ given to subordinates. Okay, എല്ലാ ഇൻസ്ട്രക്ഷൻസും സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നു. ആ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദാറ്റ് ഈസ് സെൻട്രലൈസേഷൻ. ദെൻ സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിൻ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. Who developed the concept of scalar chain? ആരാണ് സ്കാലാർ ചെയിൻ എന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് എന്ന ചോദ്യം ചോദിക്കാം. ആൻസർ ഈസ് ഹെൻറി ഫയോൾ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. വാട്ട് യു മീൻ ബൈ സ്കാലാർ ചെയിൻ? Scalar chain means a hierarchy or chain of like this. There is a top level management, middle level management, there is lower level management. This is according to hierarchy level, അല്ലേ? ഏറ്റവും മുകളിൽ ടോപ്പ് ലെവൽ ഉണ്ടാവും, then middle level ഉണ്ടാവും, then lower level ഉണ്ടാവും. That is scalar chain. Okay, understand? Then proper orders will be given by the supervisors to the subordinates. Orders ആരാണ് given ചെയ്യുക? Supervisors to the subordinates. Next one, equity means all peoples are concerned equality. അതായത് എല്ലാ എംപ്ലോയീസിനെ ഒരുപോലെ കാണണം. ദാറ്റ് ഈസ് ഇക്വിറ്റി അല്ലെങ്കിൽ പറയാൻ വേണ്ടി വരും. സ്റ്റെബിലിറ്റി ഉണ്ടാവണം. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ഒരു വർഷം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഒരു സ്റ്റെബിലിറ്റി വേണം. എല്ലാത്തിനും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം. ദാറ്റ് ഈസ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ എന്ന് പറയുന്നത്. പിന്നെ വർക്കേഴ്സ് ഒക്കെ ഇനീഷ്യേറ്റീവ് ആയിരിക്കണം. ഓക്കെ, ക്രിയേറ്റീവ് ആയിരിക്കണം. ദെൻ എസ്പിരിറ്റ് ഡീഗ്രോപ്സ്. ദിസ് പോയിന്റ് ഈസ് ആസ്ക്ഡ് യു 2019 എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണ് എസ്പിരിറ്റ് ഡീഗ്രോപ്സ്. വാട്ട് യു മീൻ ബൈ എസ്പിരിറ്റ് ഡീഗ്രോപ്സ്? യൂണിറ്റി ഈസ് സ്ട്രെങ്ത് ഈസ് എ പോയിന്റ്. എസ്പിരിറ്റ് ഡീഗ്രോപ്സ് മീൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുത്തു. അങ്ങനെയാണ് ചോദ്യം ഉണ്ടായിരുന്നത്. എസ്പിരിറ്റ് ഡീഗ്രോപ്സ് മീൻസ് യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. വാട്ട് യു മീൻ ബൈ യൂണിറ്റി? എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ആ ഓർഗനൈസേഷനിൽ വിജയം ഉണ്ടാവുക. ദാറ്റ് ഈസ് യൂണിറ്റി. Unity is strength is called esprit de corps. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇതിൽ കഴിഞ്ഞ വർഷം ചോദ്യം ചോദിച്ചിരിക്കുന്നത് എസ്പിരിറ്റ് ഡി ക്രോപ്സ് എന്നാണ്. ഞാൻ ഇവിടെ എഴുതിയ സ്പെല്ലിംഗ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഐ തിങ്ക് എസ്പിരിറ്റ് ഡി ക്രോപ്സ് ആണ്. നോക്കട്ടെ, ജസ്റ്റ് എ മിനിറ്റ്. I will check it. I think esprit de corps typing mistake ആവാനാണ് സാധ്യത. I will check it. No, that's right. This one is right. Esprit de corps. My mistake. Esprit de corps is the right answer. Okay, esprit de corps is the right answer. That means unity is strength. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ വർഷം മീൻസ് the correct date is 2019 ജൂണിൽ ചോദിച്ച ചോദ്യമാണ്. 2019 ജൂണിൽ ചോദിച്ച ചോദ്യമാണ്. This okay, you can see that 2019 ജൂണിൽ ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് 2019 ജൂണിൽ ചോദിച്ച ചോദ്യം. ഓക്കെ, യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യം. എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഓർഗനൈസേഷനെ സക്സസിലേക്ക് നയിക്കുക. ദാറ്റ് ഈസ് എസ്പിരിറ്റ് ഡി കോർപ്സ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. Then we move on. Scientific management principles propounded by F.W. Taylor, Frederick Winslow Taylor. That is F.W. Taylor. He is considered as the father of scientific management. Just we move on the back. Okay, Henry Fayol is considered as the 14 principles of management അല്ലെങ്കിൽ administrative management principles എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ദാറ്റ്സ് നോട്ട് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് book developed by Henry Fayol. Okay, then scientific management is developed by F.W. Taylor, Frederick Winslow Taylor. Okay,
there are certain principles in the scientific management. സയൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നതാണ് സയന്റിഫിക് മാനേജ്മെന്റ് ലക്ഷ്യം വെക്കുന്നത്. സയന്റിഫിക് മാനേജ്മെന്റ് ലക്ഷ്യം വെക്കുന്നത് സയൻസ് ആസ്പെക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഇൻടു കൺസിഡറേഷൻ. നമുക്ക് നോക്കാം. റീപ്ലേസ്മെന്റ് ഓഫ് റൂൾ തമ്പ് വിത്ത് സയൻസ്. നോ റൂൾ ഓഫ് തമ്പ്, സയൻസ് ഈസ് യൂസ്ഡ്. വാട്ട് യു മീൻ ബൈ റൂൾ ഓഫ് തമ്പ്? നമ്മുടെ ഇൻഡിവിജ്വൽ അസംഷൻ, എന്റെ അസംഷൻ ഇങ്ങനെയാണ്, ഇങ്ങനെ വിചാരിക്കാം. നിങ്ങളുടെ അസംഷൻ ഇങ്ങനെയാണ്, തൊഴിലാളി രാവിലെ തന്നെ പണിയെടുക്കണം, ഓക്കെ, വൈകിട്ട് കുറെ നേരത്തെ പോകാൻ വേണ്ടി പാടില്ല, ഓവർ ടൈം വർക്ക് ചെയ്യണം. ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, സാധ്യമായ ഒരു കാര്യമല്ല. ബിക്കോസ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമുക്കുണ്ട്. ആ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഇൻഡിവിജ്വൽ അസംഷൻസ് ഒന്നും നമുക്ക് സയന്റിഫിക് മാനേജ്മെന്റ് പ്രകാരം ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ പറയുകയാണ്, നമ്മുടെ ഇൻഡിവിജ്വൽ അസംഷൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ജഡ്ജ്മെന്റ്സ് ഒന്നും പ്രോപ്പർ ആയിട്ടുള്ള വേ അല്ല. ശരിക്കും വേണ്ടത് സയൻസ് ആണ്, പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് റീപ്ലേസ്മെന്റ് ഓഫ് റൂൾ ഓഫ് തമ്പ്. റൂൾ ഓഫ് തമ്പ് നമുക്ക് വേണ്ട. ദാറ്റ് ഈസ് നമ്മുടെ ജഡ്ജ്മെന്റ് അല്ല ആവശ്യം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ് എന്നതാണ് ആദ്യത്തെ പറയുന്നത്. ദെൻ ഹാർമണി മീൻസ് ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യുക എന്നത് തന്നെയാണ്. ടീം വർക്കിനെയാണ് നമ്മൾ എന്താ പറയുക, ഹാർമണി എന്ന് പറയാം. ജസ്റ്റ് നെക്സ്റ്റ് പോയിന്റ്, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രവർത്തനമല്ല. ഓക്കെ, കൂട്ടായി എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ഫുള്ളർ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസേഷൻ. ദെൻ മാക്സിമം ഔട്ട്പുട്ട്. ഇങ്ങനെ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ദിസ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എങ്ങനെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ തരും. ഫോർ എക്സാമ്പിൾ ഹാർമണി എന്ന് പറയും. ഹാർമണി ഈസ് ദ പ്രിൻസിപ്പിൾസ് ഡെവലപ്ഡ് ബൈ ഹൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈസ് ദ പ്രിൻസിപ്പിൾ ഡെവലപ്ഡ് ബൈ FW ടൈലർ. ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊരു ചോദ്യം ചോദിക്കാം. നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സയന്റിഫിക് മാനേജ്മെന്റ്. എന്നിട്ട് സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾ തരാം, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആയിട്ടുള്ള ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾ തരാം. എന്നിട്ട് ഇത് ചോദ്യം ചോദിക്കും, ഇതിൽ സയന്റിഫിക് മാനേജ്മെന്റിൽ ഉൾപ്പെടാത്ത പ്രിൻസിപ്പിൾ ഏതെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. ദാറ്റ്സ് ഇറ്റ്. യു ഷുഡ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ്. ഐ തിങ്ക് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്ന് പറയുന്നത് റീപ്ലേസ്മെന്റ് ഓഫ് റൂൾ ഓഫ് തം. നോ റൂൾ ഓഫ് തം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സയന്റിഫിക് വേ. ഓക്കെ, നല്ല മഴ വരുന്നുണ്ട്, പുറത്ത് നല്ലൊരു മഴ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയർഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ജസ്റ്റ് അതിന് മുമ്പ് നമുക്ക് ഫാസ്റ്റ് തീർക്കാം. ഓക്കെ, സ്ലോയിൽ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചോദ്യമായതുകൊണ്ടാണ് വളരെ സ്ലോയിൽ പോകുന്നത്. ഓക്കെ, ദെൻ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ദർ മേ ബി വർക്ക് സ്റ്റഡി. ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് കുറേ ഉണ്ട്. ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് വർക്ക് സ്റ്റഡി ഉണ്ട്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഉണ്ട്. Then functional foremanship is an important one. Then standardization, simplification of work, differential piece rate plan, mental revolution. Okay, we move on. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ഇനി ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഡെവലപ്ഡ് ബൈ FW ടൈലർ ആണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഡെവലപ്ഡ് ബൈ FW ടൈലർ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിൽ ആദ്യത്തെ മെത്തേഡാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. വർക്ക് സ്റ്റഡി നമുക്ക് പ്രധാനമായിട്ടും മെത്തേഡ് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫോട്ടിക് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞു തിരിക്കാം. ഓക്കെ, വാട്ട് യു മീൻ ബൈ വർക്ക് സ്റ്റഡി? ദീസ് ആർ ദ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, നോട്ട് പ്രിൻസിപ്പിൾസ്. Principles and techniques of scientific management are quite different. We can see that scientific management principles here. These are the techniques of scientific management. Okay, we will discuss slowly. Work study. What do you mean by work study? എങ്ങനെയൊക്കെ വർക്ക് ചെയ്താലാണ് ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. Then first one is method study. ഏത് മെത്തേഡിലൂടെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക? വിച്ച് മെത്തേഡ്? Okay, then time study means it determine the standard time. This point is very important. Standard time is taken. For example, ഒരു ഓർഗനൈസേഷനിലെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. 8 മണിക്കൂറിനുള്ളിൽ 150 കിലോ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം.
8 മണിക്കൂറിനുള്ളിൽ 150 കിലോ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. കമ്പനി തീരുമാനിച്ചു. ദാറ്റ് സ്റ്റാൻഡേർഡ് ടൈം ഈസ് 8 hours. സ്റ്റാൻഡേർഡ് ടൈം ഇവിടെ 8 മണിക്കൂർ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ 8 മണിക്കൂറിനുള്ളിൽ 150 കിലോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ നമുക്ക് എന്തിന്റെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്തു എന്ന് പറയാം. 8 മണിക്കൂറിനുള്ളിൽ 140 കിലോ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എങ്കിൽ 140 കിലോ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എങ്കിൽ അവിടെ ഓർഗനൈസേഷൻ ലോസിലേക്ക് നീങ്ങും. ഓക്കെ, 8 മണിക്കൂർ കൊണ്ട് 150 കിലോ എന്നതായിരുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. 8 മണിക്കൂറിനുള്ളിൽ 150 നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ദാറ്റ്സ് സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല എങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം അച്ചീവ് ചെയ്തില്ല എന്ന് പറയാം. ദാറ്റ്സ് ഇറ്റ്. ദെൻ മോഷൻ സ്റ്റഡി. അവോയ്ഡ് അൺനെസസറി മൂവ്മെന്റ്സ്. ഓക്കെ, നമ്മുടെ മെഷീനറി കറക്റ്റ് ടൈമിൽ അല്ലെങ്കിൽ കറക്റ്റ് മൂവ്മെന്റിൽ കറക്റ്റ് പ്ലേസിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഇൻഡസ്ട്രിയൽ ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന് ബ്രാഞ്ചസ് ഉണ്ട്. കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട് ബ്രാഞ്ചസ്. ഓക്കെ, കോഴിക്കോടുള്ളത് ബിഗ്ഗസ്റ്റ് ഷോപ്പാണ്, കോഴിക്കോടുള്ളത് വലിയ ഷോപ്പാണ്, കണ്ണൂരുള്ളത് ചെറിയ ഷോപ്പാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് കോഴിക്കോടുള്ള വലിയ ഷോപ്പിലാണ് കൂടുതൽ മെഷീനറി ആവശ്യം വരിക. കണ്ണൂരുള്ള ചെറിയ ഷോപ്പിൽ കുറഞ്ഞ മെഷീനറി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇയർ കണ്ണൂരാണ് കൂടുതൽ മെഷീനറി എന്ന് വിചാരിക്കാം. കണ്ണൂരാണ് കൂടുതൽ മെഷീനറി ഉള്ളത്, കണ്ണൂരുള്ളത് ചെറിയ ഷോപ്പുമാണ്. നമ്മൾ എന്ത് ചെയ്യണം? കണ്ണൂരിലുള്ള മെഷീനറി എന്ത് ചെയ്യണം? കോഴിക്കോടുള്ള ഷോപ്പിലേക്ക് മൂവ് ചെയ്യണം. ബിക്കോസ് കോഴിക്കോട് ഈസ് ബിഗ് ഷോപ്പ്, കോഴിക്കോടാണ് ബിഗ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? മോഷൻ സ്റ്റഡി, മൂവ്മെന്റ്സ് ഓഫ് മെഷീനറി, മൂവ്മെന്റ്സ് ഓഫ് വർക്കേഴ്സ് ആർ ഹിയർ റെക്കോർഡഡ് ഇൻ മോഷൻ സ്റ്റഡി. എത്ര മൂവ്മെന്റ്, എത്ര അകലെ നിന്ന് കഴിഞ്ഞാൽ ഒരു മെഷീനറി സിറ്റുവേറ്റ് ചെയ്യുന്ന പ്ലേസിൽ നിന്നും എത്ര ദൂരം നിന്ന് കഴിഞ്ഞാൽ വർക്കേഴ്സിന് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുക. മൂവ്മെന്റ് ഓഫ് മെഷീനറിയുടെ മൂവ്മെന്റ് ഒക്കെ റെക്കോർഡ് ചെയ്യുകയാണ്. ഒരു സ്ഥലത്ത് ആദ്യം വെച്ചു, ദെൻ കുറച്ച് മൂവ്മെന്റ് ചെയ്ത് വേറെ സ്ഥലത്ത് വെച്ച് നോക്കി, അവിടെ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ നോക്കി, ദെൻ വീണ്ടും മൂവ് ചെയ്ത് നോക്കി. അങ്ങനെ മൂവ്മെന്റ്, അൺനെസസറി മൂവ്മെന്റ് ഒന്നും തന്നെ പാടില്ല എന്നാണ് പറയുന്നത്. നെസസറി ആയിട്ടുള്ള മൂവ്മെന്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? മോഷൻ സ്റ്റഡി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ദെൻ ഫാറ്റിക് സ്റ്റഡി. ഇറ്റ് ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് റെസ്റ്റ് ഇന്റർവെൽസ്. ഫോർ എക്സാമ്പിൾ, ഒരു തൊഴിലാളിക്ക് 10 മിനിറ്റ് സമയം രാവിലെ റെസ്റ്റ് വേണം. ദെൻ ഉച്ചയ്ക്ക് ഒരു 30 മിനിറ്റ് സമയം ലഞ്ച് ബ്രേക്കിന് വേണം. ദെൻ ഫൈനലി ഈവനിങ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് കൂടെ വേണം. അങ്ങനെ ടോട്ടൽ ടൈം 10 + 30 + 10 50 മിനിറ്റ്സ് റെസ്റ്റ് ടൈമാണ്. അദ്ദേഹത്തിന്റെ റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 50 മിനിറ്റ്സ് ആണ്. ദാറ്റ്സ് റെക്കോർഡഡ്. അങ്ങനെയുള്ള റെസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്യുന്നതിനാണ് ഫാറ്റിക് സ്റ്റഡി എന്ന് പറയുക. നെക്സ്റ്റ് വി മൂവ് ഓൺ. വർക്ക് സ്റ്റഡി എന്നത് ആദ്യത്തെ ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിൽ പറയുന്നതാണ്. ദെൻ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഹൂ ഡെവലപ്ഡ് ദ തിയറി ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. F.W. Taylor, Frederick Winslow Taylor is developed the concept of functional foremanship. What do you mean by functional foremanship? എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്? This one. Supervised by different specialized supervisors. ഒരു തൊഴിലാളിയെ, ഒരു എംപ്ലോയിയെ, നോട്ട് ദാറ്റ് പോയിന്റ്, ഒരു എംപ്ലോയിയെ സൂപ്പർവൈസ് ചെയ്യുന്നത് ഡിഫറെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഫോർമാൻമാരായിരിക്കും. ഡിഫറെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും ഫോർമാൻ അല്ലെങ്കിൽ വർക്കേഴ്സിനൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഡിഫറെന്റ് സ്പെഷ്യലൈസേഷനുള്ള ആൾക്കാരായിരിക്കും തൊഴിലാളികളെ മാനേജ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ഈസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. Supervised by different specialized supervisors during the process of their work. Okay, that's it. Taylor advocated this concept. We can see that functional foremanship നെ നമുക്ക് പ്രധാനമായിട്ടും പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഈ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഷോപ്പ് ഡിസിപ്ലിനറിയൻ ഒക്കെയാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യുന്നത് ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ ബോസ്. ഓക്കെ, ദീസ് ആർ റിലേറ്റഡ് ടു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഓക്കെ, നമ്മുടെ തൊഴിലാളികളൊക്കെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട തൊഴിലാളികളൊക്കെ മാനേജ് ചെയ്യുന്നത് ഇവരാണ്. ഈ 4 പേരാണ്. റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഷോപ്പ് ഡിസിപ്ലിനറിയൻ. വാട്ട് യു മീൻ ബൈ റൂട്ട് ക്ലർക്ക്? ഇറ്റ് ഡിറ്റർമൈൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഒരു റൂട്ട് കൊടുക്കുകയാണ്. രാവിലെ ഇങ്ങനെ ജോലി ചെയ്യണം, ഉച്ചയ്ക്ക് ഇങ്ങനെ ജോലി ചെയ്യണം, ഇങ്ങനെ ഒരു റൂട്ട് കൊടുക്കുന്നതിനെയാണ് റൂട്ട് ക്ലർക്ക് എന്ന് പറയുക. ഇൻസ്ട്രക്ഷൻ, ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കാണ്. ദെൻ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ഇത്ര ടൈം മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പണി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഇത്ര ടൈം മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അതൊക്കെ നിശ്ചയിക്കുന്നത് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ദെൻ ഷോപ്പ് ഡിസിപ്ലിനറിയൻ. ഡിസിപ്ലിൻ,
കറക്റ്റ് ടൈമിൽ നിങ്ങൾ ജോലിക്ക് ജോയിൻ ചെയ്യണം. ദെൻ കറക്റ്റ് ടൈമിൽ നിങ്ങൾ ലീവ് ചെയ്യണം. അതൊക്കെ ചെയ്യുന്നത് ഷോപ്പ് ഡിസിപ്ലിനറിയൻ ആണ്. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ നോക്കുന്നത് ഇവരൊക്കെയാണ്. ഗ്യാങ് ബോസ് അറേഞ്ച്മെന്റ് വർക്കേഴ്സ് മെഷീനറി മെറ്റീരിയൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആരാണ്? ഗ്യാങ് ബോസ്. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് രണ്ടാമത്തെ ആളാണ് സ്പീഡ് ബോസ്. ദെൻ സ്പീഡ് ഓഫ് പ്രൊഡക്ഷൻ എത്ര സമയത്തിനുള്ളിൽ എത്ര വേഗത്തിൽ പ്രൊഡ്യൂസ് ചെയ്യണം അതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? സ്പീഡ് ബോസ് ആണ്. ദെൻ റിപ്പയർ ബോസ് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് മെഷീനറിക്ക് ചിലപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ ആവശ്യമുണ്ടോ, റിപ്പയേഴ്സ് ആവശ്യമുണ്ടോ അതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? സ്പീഡ് ബോസ്. ദെൻ റിപ്പയർ ബോസ്. ദെൻ ഇൻസ്പെക്ടർ ബോസ് ദാറ്റ്സ് ഇൻസ്പെക്ടർ മീൻസ് സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വാളിറ്റി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലുക്ക് ചെയ്യുന്നതാണ് ഇൻസ്പെക്ടർ ബോസ്. ദാറ്റ്സ് ഇറ്റ്. പ്ലാനിങ് അതായത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ് ബൈ ഡിഫറെന്റ് സ്പെഷ്യലൈസ്ഡ് സൂപ്പർവൈസേഴ്സ് during the process of their work. Functional foremanship are broadly classified into two categories: planning department and production department. These 8 supervisors are 8 പേരാണ്. ഈ 8 supervisors ആണ് 8 പേരാണ്. റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഷോപ്പ് ഡിസിപ്ലിനറിയൻ, ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഈ 8 പേരാണ് വർക്കേഴ്സിനെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്, സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഈ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ദെൻ വൺ മൂന്നാമത്തെ ടെക്നിക്കോ സയന്റിഫിക് മാനേജ്മെന്റിന്റെ മൂന്നാമത്തെ കാര്യമാണ് സ്റ്റാൻഡർഡൈസേഷൻ. മീൻസ് സെറ്റിംഗ് എ ബെഞ്ച് മാർക്ക്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 8 മണിക്കൂറിനുള്ളിൽ 150 കിലോ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ്. 8 മണിക്കൂറിനുള്ളിൽ 150 കിലോ പ്രൊഡ്യൂസ് ചെയ്യണം എന്നതാണ് സ്റ്റാൻഡേർഡ്. ചിലപ്പോൾ ഈ സ്റ്റാൻഡേർഡിൽ വേരിയേഷൻ സംഭവിക്കാം. 8 മണിക്കൂറിനുള്ളിൽ 150 കിലോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ 8 മണിക്കൂറിനുള്ളിൽ 150 കിലോയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡിന് മുകളിൽ വരാം, സ്റ്റാൻഡേർഡ് താഴെ വരാം. സ്റ്റാൻഡേർഡിന് മുകളിൽ വന്നത് നമുക്ക് പ്രശ്നമല്ല. കാരണം 8 മണിക്കൂറിനുള്ളിൽ 200 കിലോ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. 8 മണിക്കൂറിനുള്ളിൽ 150 ആയിരുന്നു സ്റ്റാൻഡേർഡ്. 8 മണിക്കൂറിനുള്ളിൽ 200 കിലോ പ്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷൻ സക്സസ് ആണ് അത് കാണിക്കുന്നത്. പക്ഷേ 8 മണിക്കൂറിനുള്ളിൽ 100 കിലോയെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയുള്ളൂ എങ്കിൽ അത് ഓർഗനൈസേഷൻ നഷ്ടമാണ്. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. Very important one. Differential piece rate system is introduced by F.W. Taylor. That's it. Sorry. Then what do you mean by differential piece rate system? അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ നമ്മുടെ റിയൽ ലൈഫിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ അടക്ക ഉരിക്കുക എന്നാ പറയുക. അടക്ക ഉരിക്കുക, അടക്ക പൊളിക്കുക എന്നൊക്കെ പറയും നാട്ടിൽ. അപ്പോൾ ഈ അടക്ക പൊളിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് നമുക്കിപ്പോൾ 1 കിലോന് ചിലപ്പം നമ്മൾ കൊടുക്കുക 1 കിലോ അവർ അടക്ക പൊളിച്ചിട്ടുണ്ടെങ്കിൽ അടക്ക ഉരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 25 കിലോ ആണെന്ന് വിചാരിക്കാം. അതായത് ഔട്ട്പുട്ടിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൈസ കൊടുക്കുന്നത്. ടൈമിനനുസരിച്ചല്ല. അവർ ഇത്ര ടൈം വർക്ക് ചെയ്തതിനനുസരിച്ചല്ല. അവരെത്ര 1 കിലോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 രൂപ കൊടുത്തു എന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് ഔട്ട്പുട്ടിനനുസരിച്ച് നമ്മൾ ഓരോരാൾക്കും എംപ്ലോയീസിന് പണം കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പ്ലാൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദെൻ മെന്റൽ റെവല്യൂഷൻ ചേഞ്ചസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി വർക്കേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പോൾ അടക്ക പൊളിക്കുക, അല്ലെങ്കിൽ അടക്ക ഉരിക്കുക. അടക്ക 1 കിലോ ഉരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടക്ക 1 കിലോ പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് 25 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമ്മുടെ ഔട്ട്പുട്ടിനനുസരിച്ചാണ് പണം കൊടുക്കുന്നത്. ടൈം വർക്ക് ചെയ്തതിനനുസരിച്ചല്ല. അവർ എത്രത്തോളം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി അതിനനുസരിച്ചാണ്. ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് മീൻസ് ഡിഫറൻസ് ഉണ്ട്. അതായത് കൂടുതൽ അടക്ക പൊടിക്കുന്നവർക്ക് അല്ലെങ്കിൽ അടക്ക ഒരിക്കുന്നവർക്ക് കൂടുതൽ പണം കൊടുക്കാം, കുറച്ച് അടക്ക ഒരിക്കുന്നവർക്ക് കുറച്ച് പണമേ കിട്ടുള്ളൂ. ടൈം ബേസിസ് അല്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗവൺമെന്റ് ജോലിക്കാർ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ഒരു മാസ സാലറി അവർ ടൈമിനനുസരിച്ചാണ് അവർക്ക് സാലറി കൊടുക്കുന്നത്. 30 ദിവസത്തിന് അവർക്ക് സാലറി. അവർ ഇത്ര ഉണ്ടാക്കിയതിനനുസരിച്ചല്ല അവർക്ക് സാലറി കൊടുക്കാം. ഇത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തതിനല്ല അവർക്ക് സാലറി കൊടുക്കാം. ഹിയർ ഔട്ട്പുട്ടിനനുസരിച്ച് സാലറി കൊടുക്കുന്നതിന് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുക. മെന്റൽ റെവല്യൂഷൻ, ഫൈനലി മെന്റൽ റെവല്യൂഷൻ ചേഞ്ചസ് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ബോത്ത് മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. മാനേജ്മെന്റിന്റെയും വർക്കേഴ്സിന്റെയും ആറ്റിറ്റ്യൂഡിൽ ചില മാറ്റങ്ങൾ വരുത്തുക. നല്ല മഴയാണ് പുറത്ത് പെയ്യുന്നത്. യൂസ് ഇയർഫോൺ. ഓക്കെ, എൻ്റെ വീട് റോഡ് സൈഡിന് അടുത്തും കൂടിയാണ്, അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലപ്പോൾ വാഹനങ്ങൾ പോകുന്ന സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം. യൂസ് ഇയർഫോൺ. ഓക്കെ, ക്ലിയർലി യൂസ് ഇയർഫോൺ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിൽ വർക്ക് സ്റ്റഡി, functional foremanship, standardization, simplification of work, differential piece rate plan, mental revolution. These are very important techniques of scientific management. Questions may be scientific management ന്റെ ടെക്നിക് അല്ലാത്തത് ഏത് എന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം.
വെരി ഇപ്പം നമ്മളിപ്പം സ്റ്റാൻഡർഡൈസേഷൻ സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് എന്ന ഓപ്ഷനിൽ കണ്ടു എന്ന് വിചാരിക്കാം. അതിപ്പം ചോദിക്കുകയാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്കിൽ ഉൾപ്പെടുന്നത് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടാൽ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്കിൽ ഉൾപ്പെടുന്നതാണ്. വർക്ക് സ്റ്റഡി കണ്ടാൽ, ദെൻ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് കണ്ടാൽ, ദെൻ സ്റ്റാൻഡർഡൈസേഷൻ സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് കണ്ടാൽ, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പ്ലാൻ കണ്ടാൽ, മെന്റൽ റവല്യൂഷൻ കണ്ടാൽ, ഇതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്? സയന്റിഫിക് മാനേജ്മെന്റിന്റെ ടെക്നിക്കിൽ ഉൾപ്പെടുന്നതാണ്. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ, മോട്ടിവേഷണൽ തിയറീസ്. മോട്ടിവേഷണൽ തിയറീസിലേക്ക് നമ്മൾ പോവാണ്. മാസ്ലോസ് നീഡ് ഹയറാർച്ചി തിയറി നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ദെൻ ഏഴ്സ്ബർഗ് 2 factor തിയറി. ദെൻ വി മൂവ് ഓൺ എക്സ് ആൻഡ് വൈ തിയറി, മക്ഗ്രീഗർ തിയറി, എക്സ് ആൻഡ് തിയറി വൈ. അച്ചീവ്മെന്റ് തിയറി, മക്ലലാൻ, ഡേവിഡ് മക്ലലാൻ, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി. ദെൻ ERG തിയറി developed by Alderfer. Then we move on reinforcement theory developed by B.F. Skinner. Then expectancy theory of motivation developed by Victor Bloom. Goal setting theory is developed by Edwin Locke. Wide subject. I already said this is a wide subject. ഇതൊരു വൈഡ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വളരെ സ്ലോലി പോവാം. ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അധികം വരാറുള്ളത്. ഇപ്പം ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 2 factor തിയറി ഡെവലപ്പ് ചെയ്തതാണ് ഹെഴ്സ്ബർഗ്. പക്ഷേ ചിലപ്പോൾ ഇതിനുള്ളിൽ ഫാക്ടേഴ്സ് ചിലപ്പോൾ ചോദിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മേ ബി ഹാപ്പൻ, നോട്ട് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇൻഡയറക്റ്റ് ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളെ ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, എങ്ങനെയൊക്കെയാണ് ഇതിനെ ആൻസർ ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ട് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഡെവലപ്പ് ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ സെഷനായിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണിത്. നമുക്ക് നോക്കാം. മാസ്ലോസ് നീഡ് ഹയറാർച്ചി തിയറി നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനുഷ്യന്മാരുടെ നീഡിനെ നമുക്ക് പ്രധാനമായിട്ടും ഹിയർ നമ്പർ മേ ബി മിസ്റ്റേക്കൺ. ദിസ് വൺ 1, ദിസ് വൺ 2, ദിസ് വൺ 3, ദിസ് വൺ 4, ദിസ് വൺ 5. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഫിസിയോളജിക്കൽ നീഡ്സ്, ഫുഡ്, ഷെൽട്ടർ, വാട്ടർ. ബേസിക് നീഡ്സിനെയാണ് നമ്മൾ എന്താ പറയുക? ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയാം. ദെൻ സെക്യൂരിറ്റി നീഡ്സ്, ജോബ് സെക്യൂരിറ്റി, പെൻഷൻ പ്ലാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്യൂരിറ്റി നീഡ്സിൽ വരിക. ദെൻ സോഷ്യൽ നീഡ്സ്, അഫെക്ഷൻ, അക്സെപ്റ്റൻസ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് സോഷ്യൽ നീഡ്സിൽ വരിക. ദെൻ എസ്റ്റീം നീഡ്സ്, സെൽഫ് റെസ്പെക്ട്, റെക്കഗ്നിഷൻ, അറ്റൻഷൻ, ഇതൊക്കെയാണ് എസ്റ്റീം നീഡ്സിൽ വരിക. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൽ ഒരാൾക്ക് ആവാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൽ വരിക. ഇത് ഓർഡർ തെറ്റിച്ച് ചിലപ്പോൾ തരാം, കറക്റ്റ് ഓർഡറിൽ ചെയ്യാൻ വേണ്ടി പറയാം. ഫസ്റ്റ് വൺ ഈസ് ഫിസിയോളജിക്കൽ നീഡ്സ്, ദെൻ സെക്യൂരിറ്റി നീഡ്സ്, ദെൻ സോഷ്യൽ നീഡ്സ്, ദെൻ എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഓക്കെ, നെക്സ്റ്റ് തിയറി ഹെഴ്സ്ബർഗ് 2 factor തിയറി. ഹെഴ്സ്ബർഗ് പറയാണ് 2 ഫാക്ടർ ഉണ്ട്. ഒന്ന് മോട്ടിവേഷണൽ ഫാക്ടറും ഉണ്ട്, അതുപോലെ തന്നെ ഹൈജീൻ ഫാക്ടറും ഉണ്ട്. ഈ 2 കാര്യങ്ങളും എംപ്ലോയീസിനെ ബാധിക്കും. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുകയാണ് അച്ചീവ്മെന്റ്, ഒരാളെ അച്ചീവ് ചെയ്യണം, ഒരാളെ റെക്കഗ്നൈസ് ചെയ്യണം, ഒരാളെ തിരിച്ചറിയണം, ഒരാൾക്ക് റെസ്പോൺസിബിലിറ്റി, അഡ്വാൻസ്മെന്റ്, പോസിബിലിറ്റി ഓഫ് പേഴ്സണൽ ഗ്രോത്ത്, വർക്ക് സെൽഫ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് മോട്ടിവേഷണൽ ഫാക്ടേഴ്സിൽ വരിക. അതായത് ഒരാളെ തിരിച്ചറിയണം, അയാൾക്ക് ആവശ്യമായിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ കൊടുക്കണം. ദാറ്റ്സ് ഇറ്റ്. ആവശ്യമായിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കണം. അതാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല എന്ന് വെക്കാം. അപ്പം എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. മോട്ടിവേഷൻ കുറയുന്നേ ഉള്ളൂ. എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും സംഭവിക്കണമെന്നില്ല. എംപ്ലോയീസിനെ മനസ്സിലാക്കുക, റെക്കഗ്നൈസ് ചെയ്യുക, എംപ്ലോയീസിനെ തിരിച്ചറിഞ്ഞ എംപ്ലോയീസിന് കൂടുതൽ റിവാർഡ് കൊടുക്കുക. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഡിസാറ്റിസ്ഫാക്ഷൻ സംഭവിക്കില്ല. ഇൻ ദ ആബ്സെൻസ് ഓഫ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഡിസാറ്റിസ്ഫാക്ഷൻ മേ നോട്ട് കം. ഡിസാറ്റിസ്ഫാക്ഷൻ സംഭവിക്കില്ല. ഓക്കെ, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് പ്രകാരം ആബ്സെൻസ് ഓഫ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഡിസാറ്റിസ്ഫാക്ഷൻ വരില്ല. ഓക്കെ, ആബ്സെൻസ് ഓഫ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഡിസാറ്റിസ്ഫാക്ഷൻ വരില്ല. ദെൻ ഹൈജീൻ ഫാക്ടേഴ്സിന്റെ അഭാവം മൂലം നമുക്ക് എന്ത് ചെയ്യാം? ഡിസാറ്റിസ്ഫാക്ഷൻ വരും. ഹൈജീൻ ഫാക്ടേഴ്സിൽ ഏതൊക്കെ വരുന്നതെന്ന് നോക്കാം. ജോബ് സെക്യൂരിറ്റി, സാലറി, ടെക്നിക്കൽ സൂപ്പർവിഷൻ, പേഴ്സണൽ ലൈഫ്, വർക്ക് കണ്ടീഷൻസ്. ഇതൊന്നും ഇല്ല എങ്കിൽ എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻ വരും. എംപ്ലോയീസിന് അത്ര തൃപ്തി വരില്ല. ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ എംപ്ലോയീസിന് തൃപ്തി വരില്ല, ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും. ദെൻ
ഇവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ കുഴപ്പമൊന്നുമില്ല, ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ, X and Y theory developed by McGregor. തിയറി എക്സിൽ പറയുന്നത് എംപ്ലോയീസ് ഒക്കെ മടിയന്മാരാണെന്നാണ്, ലേസി ആണെന്നാണ് പറയാം. പീപ്പിൾസ് ആർ ഡിസ്ലൈക്ക് ടു വർക്ക്. പീപ്പിൾസ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടാത്തവരാണ്, മടിയന്മാരാണ്. അതുകൊണ്ട് തന്നെ അവിടെ സൂപ്പർവിഷൻ ആവശ്യമാണ്, പവർ ആവശ്യമാണ്, സൂപ്പർവിഷൻ ആവശ്യമാണ്. പവറിനാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് മക്ഗ്രിഗറാണ്. ദെൻ തിയറി വൈ ബേസ്ഡ് ഓൺ ദ കോപ്പറേറ്റീവ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി വൈയിൽ പറയുന്നത് എംപ്ലോയീസ് ആർ ആക്റ്റീവ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. എംപ്ലോയീസ് ഒക്കെ വളരെ ആക്റ്റീവ് ആണ്, അതുകൊണ്ട് അധികം സൂപ്പർവിഷൻ ഒന്നും ആവശ്യമില്ല. എംപ്ലോയീസിനെ തനിയെ വിടുക, എംപ്ലോയീസ് തന്നെ പണി ചെയ്തോളൂ, എംപ്ലോയീസിന് മേലെ അധികം സൂപ്പർവിഷൻ ഒന്നും ആവശ്യമില്ല. ദാറ്റ് ഇസ് ആക്റ്റീവ്. തിയറി വൈ പറയുന്നത് അങ്ങനെയാണ്. ദെൻ തിയറി എക്സ് തിയറി വൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെവലപ്ഡ് ബൈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ട് അധികം ഞാൻ കണ്ടിട്ടുണ്ട്. മക്ഗ്രിഗർ ആണ് അതിൻ്റെ ഡെവലപ്പ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് പാർട്ട്, അച്ചീവ്മെന്റ് തിയറി, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി ഡെവലപ്ഡ് ബൈ മക്ലെലാൻഡ്. ഇദ്ദേഹം പറയുന്നത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 3 ഫാക്ടേഴ്സ് ആവശ്യമാണ്. നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ, ദെൻ നീഡ് ഫോർ അച്ചീവ്മെന്റ്. പവർ മീൻസ് ഒരു എംപ്ലോയീസിന്റെ മുകളിൽ മാനേജർക്ക് അല്ലെങ്കിൽ ഉയർന്ന അതോറിറ്റിക്ക് പവർ കിട്ടിയെങ്കിൽ മാത്രമേ അവിടെ മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അതായത് പവർ ആവശ്യമാണ്, ഹൈ അതോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കണം, പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കണം, എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം, അവിടെ ഒരു പവർ ആവശ്യമാണ്. ദെൻ അഫിലിയേഷൻ, ഒരു ബന്ധമാണ്, റിലേഷൻഷിപ്പുമാണ്, ദാറ്റ് ഈസ് അഫിലിയേഷൻ. എംപ്ലോയീസ് തമ്മിൽ അതുപോലെ തന്നെ മാനേജ്മെന്റ് തമ്മിൽ ഒക്കെ റിലേഷൻഷിപ്പിനാണ് അഫിലിയേഷൻ എന്ന് പറയുന്നത്. ദെൻ നീഡ് ഫോർ അച്ചീവ്മെന്റ്, എന്തെങ്കിലും എംപ്ലോയീസ് നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ അച്ചീവ് ചെയ്യണം. അവിടെ അവർക്കൊരു ഫോർ എക്സാമ്പിൾ ഇത്ര മാസം ഒരു എംപ്ലോയിയാണ് കൂടുതൽ ടാർഗറ്റ് കവർ ചെയ്ത്, ആ എംപ്ലോയിനെ ഒന്ന് ആദരിക്കണം, ആ എംപ്ലോയീസിന് ആവശ്യമായിട്ട് ഒരു അച്ചീവ്മെന്റ് കൊടുക്കണം. ദീസ് 3 ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആർ സെഡ് ബൈ ഡേവിഡ് മക്ലെലാൻഡ്. ഐ തിങ്ക് ഡേവിഡ് മക്ലെലാൻഡ്, നോട്ട് ഫുൾ നെയിം ഈസ് നീഡഡ്, മക്ലെലാൻഡ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. M ക്യാപിറ്റൽ ലെറ്റർ, C നെക്സ്റ്റ് C സ്മോൾ ലെറ്റർ, നെക്സ്റ്റ് C ക്യാപിറ്റൽ ലെറ്റർ, അങ്ങനെ തന്നെയാണ് ഇതിന്റെ പേര് എഴുതുക കേട്ടോ. മക്ലെലാൻഡ് എന്നുള്ള പേര് അങ്ങനെയാണ് എഴുതുക. M ക്യാപിറ്റൽ ലെറ്റർ, ദെൻ C സ്മോൾ ലെറ്റർ, ദെൻ നെക്സ്റ്റ് C ഡബിൾ C ഇസ് ദെയർ, ദെൻ തേർഡ് ലെറ്റർ ആയിട്ടുള്ള C എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്, സെക്കൻഡ് ലെറ്റർ ആയിട്ടുള്ള C എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ്. ദാറ്റ്സ് ഇറ്റ്. ERG തിയറി ഡെവലപ്ഡ് ബൈ ആൽഡഫർ, വെരി ഇമ്പോർട്ടന്റ് തിയറി. എക്സിസ്റ്റൻസ്, relatedness, growth. ERG, E means existence, R means relatedness, G means growth. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറിയാണ്. എക്സിസ്റ്റൻസ് മീൻസ് ഫിസിയോളജിക്കൽ ആൻഡ് സേഫ്റ്റി നീഡ്സ്. അത് നമ്മുടെ മാസ്ലോയുടെ നീഡ് ഹയറാർച്ചി തിയറിന്റെ ഒരു ഭാഗമാണ്, ഒരു മോഡിഫിക്കേഷൻ ആണ്. എക്സിസ്റ്റൻസിൽ പറയുന്നത് ഫിസിയോളജിക്കൽ ആൻഡ് സേഫ്റ്റി നീഡ്സ് ആണ് പറയുന്നത്. ദെൻ ഗ്രോത്തിൽ പറയുന്നത് സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ ആയിട്ടുള്ള നീഡ്സ്. റിലേറ്റഡ്നെസ്സിൽ പറയുന്നത് സോഷ്യൽ ആൻഡ് പബ്ലിക് എസ്റ്റീം നീഡ്സ് ആണ്. ഗ്രോത്തിൽ പറയുന്നത് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ്. ERG very important. E means existence, R means relatedness, G means growth. Very important one. Next one, reinforcement theory, B.F. Skinner. ഇദ്ദേഹം പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു എംപ്ലോയി നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് റിവാർഡ് കൊടുക്കണം, ദാറ്റ് ഈസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ഒരു എംപ്ലോയി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള റിവാർഡ് കൊടുക്കണം, ദാറ്റ് ഈസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ദെൻ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഈസ് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാം, പണിഷ്മെന്റ് കൊടുക്കാം, എക്സ്റ്റിങ്ഷൻ കൊടുക്കാം. ഇതൊക്കെ പണിഷ്മെന്റ്, എക്സ്റ്റിങ്ഷൻ ഈസ് ആൾസോ ബി എ സിമിലർ ടു പണിഷ്മെന്റ്. ഓക്കെ, നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. 4 കൺസെപ്റ്റ്: പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, എക്സ്റ്റിങ്ഷൻ. ദാറ്റ് ഈസ് എംപ്ലോയീസിനെ അനുസരിച്ച് എംപ്ലോയീസിനെ വാല്യൂ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. എംപ്ലോയീസ് നല്ല ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ചെയ്യും, എംപ്ലോയീസ് മോശം ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവിലേക്ക് പോകും. ദാറ്റ്സ് ഇറ്റ്. പണിഷ്മെന്റിലേക്കൊക്കെ പോകും. വെരി ഇമ്പോർട്ടൻറ്റ് തിയറി. എക്സ്പെക്ടൻസി തിയറി ഓഫ് മോട്ടിവേഷൻ. 3 പോയിന്റുകൾ: VEI, വാലൻസ്, എക്സ്പെക്ടൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി. ദാറ്റ്സ് ഇറ്റ്. വാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3 കാര്യങ്ങളാണ് വിക്ടർ റൂമാണ് ഡെവലപ്പ് ചെയ്തത്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദ്യം ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ ചോദിക്കാം. വാലൻസ്, എക്സ്പെക്ടൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി. 3 പോയിന്റുകളാണ് വിക്ടർ റൂമിന്റെ തിയറി ഓഫ് മോട്ടിവേഷൻ ആയിട്ടുള്ള എക്സ്പെക്ടൻസി തിയറി ഓഫ് മോട്ടിവേഷനിൽ പറയുന്നത്. എക്സ്പെക്ടൻസി ഓഫ് തിയറി ഓഫ് മോട്ടിവേഷൻ ഉൾപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെട്ടത് ഏത്, എങ്ങനെയൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത് സാധാരണ രീതിയിൽ. അപ്പോൾ വാലൻസ്, എക്സ്പെക്ടൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി. വാലൻസ് എന്താണ്? നിങ്ങൾ നെറ്റ് എക്സാമിന് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ നെറ്റ് എക്സാമിന് പഠിക്കുകയാണ്, നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നാണ് ആഗ്രഹം. ആ ഗോളിനെയാണ് വാലൻസ് എന്ന് പറയുക. ദാറ്റ്സ് ഇറ്റ്. ആ ഗോളിനെയാണ് വാലൻസ് എന്ന് പറയുക. എക്സ്പെക്ടൻസി, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എക്സ്പെക്ടൻസി.
ഭാവിയിൽ നെറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാണ് എക്സ്പെക്ട് ചെയ്യുക, പ്രതീക്ഷിക്കുക. ഇൻസ്ട്രുമെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ഔട്ട്കം വിൽ ബി, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. ദാറ്റ്സ് ഇസ് ബാലൻസ് എക്സ്പെക്ടൻസി ഇൻസ്ട്രുമെന്റാലിറ്റി. ദാറ്റ്സ് ഇറ്റ്. ഗോൾ സെറ്റിംഗ് തിയറി, പ്രോപ്പർ ഗോൾസ് ആവശ്യമാണെന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി അല്ല, പക്ഷേ നിങ്ങൾ പേരൊന്ന് ഓർത്ത് നോക്കുക. എഡ്വിൻ ലോക്കെ, ഡെവലപ്ഡ് ബൈ ഗോൾ സെറ്റിംഗ് തിയറി. മാനേജ്മെന്റ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഗോൾ ആവശ്യമാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി അല്ല. അപ്പോൾ നമ്മൾ 8 തിയറികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടിവേഷൻ തിയറീസിൽ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി, ദെൻ ഹേഴ്സ്ബർഗ് 2-factor തിയറി. ഹേഴ്സ്ബർഗ് 2-factor means motivational factors as well as hygiene factors. Then X and Y theory McGregor, developed by McGregor. Then achievement theory developed by McClellan. Then ERG theory developed by Alderfer. Then next one, reinforcement theory developed by B.F. Skinner. Expectancy theory developed by Victor Room. Goal setting theory Edwin Locke. Next one, it's a long session. മടുത്തിട്ടുണ്ടാവുമെന്ന് അറിയാം. ഇതൊരു ലോങ് സെഷനാണ്. കാരണം നമുക്കറിയാം, ഞാനിതൊരു വളരെ ജെന്യൂനായിട്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നെറ്റ് എക്സാമിന് നിങ്ങൾക്ക് ഒരുപാട് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കാണാം. ചിലപ്പോൾ നമുക്ക് അത് എഴുതാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല, ചില സാഹചര്യത്തിൽ പറ്റണമെന്നില്ല. പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊരു 10 സെക്കൻഡോട് ആൻസർ ചെയ്യാം. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മളൊരു 2 മിനിറ്റ് പോകേണ്ടി വരും, 2 മിനിറ്റേക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളുടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ കാര്യമായിട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഞാൻ അങ്ങനെ ഡെവലപ്പ് ചെയ്തത്, എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത്ര ടൈം കൺസ്യൂം ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ 10-15 സെക്കൻഡ് നമുക്ക് മതി. പിന്നെ ചിലപ്പോൾ ഈ 2 മിനിറ്റിനടുത്ത് വേണ്ടി വരും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി വരണമെങ്കിൽ. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇങ്ങനെ ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്ത് 3 ഡേയിലേക്ക് മാറ്റിയത്. ഡേ 13, ഡേ 14, ഡേ 15, ഈ 3 ഡേ നമ്മൾ ബിസിനസ് മാനേജ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഇൻസെന്റീവ് പ്ലാൻസ്, ഇൻസെന്റീവ്സ് എങ്ങനെയൊക്കെ കൊടുക്കാന്നുള്ളതാണ്. ഹാൾസി പ്ലാൻ, റോവൻ പ്ലാൻ, ടേലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, മെറിറ്റ് ഡിഫറൻഷ്യൽ ഓർ മൾട്ടിപ്പിൾ പീസ് റേറ്റ് പ്ലാൻ, ദെൻ എമേഴ്സൻസ് എഫിഷ്യൻസി പ്ലാൻ. ഈ 5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസെന്റീവ് പ്ലാൻസ് നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹാൾസി പ്ലാൻ. എങ്ങനെയൊക്കെ എംപ്ലോയീസിന് ഇൻസെന്റീവ് കൊടുക്കാം എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. FA ഹാൾസി എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. വേജസ് ആർ അക്കോർഡിംഗ് ടു ടൈം ബേസിസ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 8 അവർ നമ്മൾ തീരുമാനിച്ചു. ഒരു സ്റ്റാൻഡേർഡ്, ഇത് ടൈം ബേസിസിലാണ് കൊടുക്കുന്നത്. ഓക്കെ, 8 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തെന്ന് വിചാരിക്കുക. 8 മണിക്കൂറാണ് ഒരു തൊഴിലാളിക്ക്, 8 മണിക്കൂറിനുള്ളിൽ നീ ആ ജോലി ചെയ്ത് തീർക്കണം. ദാറ്റ്സ് അങ്ങനെ പറയണം. ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ തീരുമാനിച്ചു. 8 മണിക്കൂറിനുള്ളിൽ എംപ്ലോയീസ്, 8 മണിക്കൂറിന് മുമ്പേ എംപ്ലോയീസ് പണി ചെയ്ത് തീർക്കുകയാണെങ്കിൽ 8 മണിക്കൂറാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം. 8 മണിക്കൂറാണ് അവർക്ക് കൊടുത്ത ടൈം. നിങ്ങളോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ 4 മണിക്കൂറിനുള്ളിൽ നെറ്റ് എക്സാമിന്റെ ചില ഭാഗങ്ങൾ പഠിച്ചു തീർക്കണം. 4 മണിക്കൂറിന് മുമ്പേ നിങ്ങൾ പഠിച്ചു തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിവാർഡ് കിട്ടും. ഇവിടെ 8 മണിക്കൂറിന് മുമ്പേ എംപ്ലോയീസ് ജോലി ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഹി ഗെറ്റ് എ റിവാർഡ്. ദാറ്റ് ഈസ് ഹാൾസി പ്ലാൻ. ടൈം ബേസിസിലാണ് കൊടുക്കുക. 8 അവർ എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. 8 മണിക്കൂറിനുള്ളിൽ, ദാറ്റ് ഈസ് ടൈം ബേസിസിലാണ്. അപ്പോൾ 8 മണിക്കൂർ സ്റ്റാൻഡേർഡ് ടൈമിന് മുമ്പേ അദ്ദേഹം ജോലി ചെയ്ത് തീർക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് റിവാർഡ് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ദെൻ റോവൻ പ്ലാൻ, ജെയിംസ് റോവനാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഹാൾസി പ്ലാന്റെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ ആണ് ഇത്. ഇവിടെയും നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ടൈം ബേസിസിൽ തന്നെയാണ്. സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും. ഒരു 8 മണിക്കൂർ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തു. ഇറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റോവൻ. ദാറ്റ്സ് നീഡഡ്. ഓക്കെ, ഹാൾസി പ്ലാന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഇത്. 8 മണിക്കൂറിന് മുമ്പേ ജോലി ചെയ്ത് നിങ്ങൾ തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോണസ് കിട്ടും. ഗെറ്റിംഗ് എ ബോണസ്. കാൽക്കുലേഷൻ ഓഫ് ബോണസ് കാൽക്കുലേഷൻ മാത്രമേ ഹാൾസി പ്ലാനുമായിട്ട് ഇത് വ്യത്യാസമുള്ളൂ. ദാറ്റ്സ് ഹാൾസി പ്ലാനിൽ ഒരു ടൈപ്പ് നമുക്ക് ആവശ്യമില്ല, ബോണസ് കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല. ഹാൾസി പ്ലാനിൽ നമ്മൾ എന്ത് ചെയ്യും? 8 മണിക്കൂറിന് മുമ്പേ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തിട്ട് ഒരു ബോണസ് കിട്ടും. അതേപോലെ റോവൻ പ്ലാനിൽ 8 മണിക്കൂറിന് മുമ്പേ നിങ്ങൾ ജോലി ചെയ്ത് തീർക്കുകയാണെങ്കിൽ അവിടെ എന്തിട്ട് ഒരു ബോണസ് കിട്ടും. രണ്ടാളെയും ബോണസ് കാൽക്കുലേഷനിലാണ് വ്യത്യാസം. ഹാൾസി പ്ലാനിൽ ഒരു രീതിയിലാണ് ഹാൾസിയാണ് ഡെവലപ്പ് ചെയ്തത് ബോണസ് കാൽക്കുലേഷൻ. റോവൻ പ്ലാനിൽ റോവനാണ് ഡെവലപ്പ് ചെയ്തത്. ദാറ്റ്സ് ഇറ്റ്. ബോത്ത് ആർ ടൈം ബേസിസ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈമിനനുസരിച്ചാണ് അവർ പൈസ കൊടുക്കുന്നത്, പണം കൊടുക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇൻസെന്റീവ് കൊടുക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ടൈലർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ദാറ്റ്സ് ഓൾറെഡി ഐ എക്സ്പ്ലെയിൻഡ്. ഔട്ട്പുട്ടിനനുസരിച്ചാണ്, ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. ഇവിടെ അദ്ദേഹം 1880-ലാണ്. അദ്ദേഹം ഔട്ട്പുട്ടിനനുസരിച്ചാണ്, ടൈമിനനുസരിച്ചല്ല, ഔട്ട്പുട്ടിനനുസരിച്ചാണ് അദ്ദേഹം ചെയ്യുന്നത് ഇവിടെ ഇൻസെന്റീവ് കൊടുക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ടൈമിനനുസരിച്ചാണ് ഇവിടെ ഇൻസെന്റീവ് കൊടുക്കുന്നത്. ദാറ്റ് ഇസ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. FW ടൈലർ ആണ് അത് ഫൗണ്ട് ചെയ്തത് 1880-ൽ. ഓക്കെ,
1880. ഇവിടെ പറയുന്നൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 45 യൂണിറ്റ്സ് 45 കിലോ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുകയാണ്. 45 കിലോ എങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. 45 കിലോയ്ക്ക് മുകളിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 45 കിലോയ്ക്ക് മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബോണസ് കിട്ടും. 45 കിലോയിൽ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടില്ല? 45 കിലോയിൽ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 45 കിലോ അവരുടെ ഒരു സെറ്റാണ്, അവിടെ ഒരു സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡാണ്. 45 കിലോയ്ക്ക് മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് റിവാർഡ് കിട്ടും. 45 കിലോയിൽ താഴെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് റിവാർഡ് കിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്. ഔട്ട്പുട്ടിനനുസരിച്ചാണ് ഇവിടെ ടൈം അല്ല, ഇവിടെ ഔട്ട്പുട്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ പണം കിട്ടുക, ഇൻസെന്റീവ് കിട്ടുക. ദാറ്റ്സ് ഇറ്റ്. മെറിറ്റ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഇതും മോഡിഫിക്കേഷൻ ഓഫ് ടൈലർ. നമ്മളിപ്പോൾ പറഞ്ഞ ടൈലർ സിസ്റ്റത്തിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഇവിടെയും നമ്മൾ ഔട്ട്പുട്ടിനനുസരിച്ച് തന്നെയാണ് എംപ്ലോയീസിന് പണം കൊടുക്കുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിൽ ബിഗിനർ, ഒരു എംപ്ലോയീസ് തുടക്കത്തിൽ വരുന്ന എംപ്ലോയീസ്, നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത എംപ്ലോയീസിന് നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിലിട്ടു. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കേഴ്സ്. മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഹൈലി ഡെവലപ്ഡ്, ഭയങ്കര സ്കില്ലുള്ള വർക്കേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുക മൂന്നാമത്തെ ഡെവലപ്പിൽ ഇടാം. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളവർക്ക് സാലറി ലെസ് ആയിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവർക്ക് ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ കുറച്ചുകൂടെ സാലറി കിട്ടും. ദെൻ മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ളവർക്ക് ഹൈ സാലറി ആയിരിക്കും കിട്ടും. ദാറ്റ് ഇസ് മൂന്നാമത്തെ ഗ്രൂപ്പിൽ ആരാണുള്ളത്? ഏറ്റവും ഹൈലി സ്കിൽഡ് വർക്കേഴ്സ് ആണ്. ദാറ്റ് ഇസ് മെറിറ്റ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം അക്കോർഡിംഗ് ടു ഔട്ട്പുട്ട്, നോട്ട് ടൈം ബേസിസ്. ടൈം ബേസിസ് അല്ല. ടൈം ബേസിസ് നമ്മളിപ്പോൾ പറഞ്ഞതിൽ റോവൻ പ്ലാനും ഹാൾസി പ്ലാനും ടൈം ബേസിസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഹാൾസി പ്ലാൻ ടൈം ബേസിസ്, ടൈമിനനുസരിച്ചാണ് പൈസ കൊടുക്കുക, ഇൻസെന്റീവ് കൊടുക്കുക. റോവൻ പ്ലാനും ടൈമിനനുസരിച്ചാണ് കൊടുക്കുക. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഔട്ട്പുട്ടിനനുസരിച്ചാണ്. ഇതിന്റെ മോഡിഫിക്കേഷൻ ആണ് എന്ന് പറയുന്നത് മെറിറ്റ് ഡിഫറൻഷ്യൽ ഓർ മൾട്ടിപ്പിൾ പീസ് റേറ്റ് പ്ലാൻ. ഫൈനലി എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാൻ, ഇതും ടൈം ബേസിസിലാണ് കൊടുക്കുന്നത്. 8 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ജോലി തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര റിവാർഡ് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ടൈം ബേസിസിലാണ് ഇവിടെയും കൊടുക്കുന്നത്. കിട്ടുന്നത്. എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാൻ നമ്മളിപ്പോൾ പറഞ്ഞതിൽ 3 കാര്യങ്ങൾ ടൈം ബേസിസിലാണ്. ഹാൾസി പ്ലാൻ ടൈം ബേസിസിലാണ്, ദെൻ റോവൻ പ്ലാൻ ടൈം ബേസിസിലാണ്, ദെൻ എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാനും ടൈം ബേസിസിലാണ്. 2 കാര്യങ്ങൾ ഔട്ട്പുട്ട് ബേസിസ് ആണ്. ഏതൊക്കെയാണ്? ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആൻഡ് മെറിറ്റ് ഡിഫറൻഷ്യൽ ഓർ മൾട്ടിപ്പിൾ പീസ് റേറ്റ് പ്ലാൻ. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, വെരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിനി ഡിസ്കസ് ചെയ്യാണ് ഡേ 14 ആണ്. ഡേ 14 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. ഇതിന്റെ കണ്ടിന്യൂസ് ആണ് ഉണ്ടാവുക. ഇപ്പം നമ്മൾ പറഞ്ഞ ബിസിനസ് മാനേജ്മെന്റിന്റെ കണ്ടിന്യൂസ് ആണ് ഡേ 14 ഉണ്ടാവുക. ഒരു ലോങ് സെഷനായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഐ നോ ദാറ്റ് I already said every UGC NET JRF Commerce exam direct questions is from human resource management or business management. All the direct questions are happened from business management. Business management il ninnaanu koodal direct questions, almost all the questions happen ചെയ്തത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ സ്ലോയിലി നീങ്ങാം. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു അടുക്കും ചിട്ടയോടെ കൂടി പഠിക്കാം. Later finally we will reach the target. Okay, അവസാനം നമ്മൾ എന്ത് ചെയ്യും? ടാർഗറ്റ് നേടിയെടുക്കും. അങ്ങനെ സ്ലോയിലി പഠിച്ചാൽ മാത്രമേ നെറ്റ് കിട്ടുള്ളൂ. പേഷ്യൻസ്, ക്ഷമ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് UGC NET JRF കൊമേഴ്സ് പഠിത്തത്തിൽ. അപ്പം നമ്മൾ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നീങ്ങാം. ഓക്കെ, ഡേ 14 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ 2-3 ഡേയ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. 2 or 3 days ഐ ടേക്കൺ ബിക്കോസ് ഓഫ് 2-3 ദിവസം എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിസർച്ച് തന്നെയാണ് നടത്തുന്നത്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ റിഫർ ചെയ്യുകയാണ്. ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രസൻറ്റ് ചെയ്തിരുന്നത്. ആ ക്ലാസ്സുകളൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാം. ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സർവീസാണ് നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സർവീസാണ്. മെയിൻ ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഈസ് UGC NET നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഓക്കെ, അത് മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വളരെ വലിയൊരു ലോങ് സെഷനായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഡേ 4 വിൽ ബി സൂൺ അപ്ലോഡഡ്. ഓക്കെ, അടുത്ത വീഡിയോക്കായി നിങ്ങൾ കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.